സർ, അറബികളുടെ സംസാര ഭാഷയിലെ സാധാരണയായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണല്ലോ ഖലാസ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഖലാസ് എന്നുള്ളൊരു വാക്ക് യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്, അതുപോലെ അതിൻ്റെ യഥാർത്ഥ മീനിങ് എന്താണ്? ഓക്കെ, അത് യഥാർത്ഥത്തിൽ ഖലാസ് എന്നത് ഇപ്പം ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞല്ലോ, അതേപോലെ ഓക്കെ പറയാനാണ് സാധാരണ ഇവർ ഖലാസ് ഉപയോഗിക്കുക. ഖലാസ് ഓക്കെ. ഇപ്പോൾ ഉദാഹരണം അത് ചെയ്യണം, ഓക്കെ ഖലാസ്, എന്നാൽ നമുക്ക് പോകാട്ടോ ഖലാസ്. ഇങ്ങനെ ഏത് സംഗതിയും ഓക്കെ എന്ന് പറയുന്ന സ്ഥാനത്താണ് എന്ത് ഉപയോഗിക്കൽ? ഖലാസ് എന്ന് ഉപയോഗിക്കുക. അതൊരു എപ്പോഴും ഇവരുടെ നാവിലുള്ള ഒന്നാണ്. അതിലൊരു കാര്യം മനസ്സിലാക്കുക, ഖ എന്ന പ്രൊണൗൺസിയേഷൻ ക്ലിയർ ആയി പറയണം. ഖലാസ് ഓക്കെ, അതാണ് നമ്പർ 1. നമ്പർ 2, കഴിഞ്ഞു, തീർന്നു, ഫിനിഷായി എന്നൊരർത്ഥത്തിനും എന്ത് ഉപയോഗിക്കും? ഖലാസ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളൊരു ഹോട്ടലിൽ ചെന്ന് ബ്രോസ്റ്റ് ചോദിക്കുകയാണ്, ആൻഡക്കും ബ്രോസ്റ്റ്, അപ്പോൾ ഖലാസ്, തീർന്നു എന്ന അർത്ഥത്തിന് ഖലാസ്. ഇനി തീർന്നോ എന്ന് ചോദിക്കുവാൻ നമ്മളറിയാലോ, ഖലാസ് ബ്രോസ്റ്റ് ഖലാസ്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ടോയ്ലറ്റ് ഇപ്പോൾ വെള്ളമില്ല, ഒരു കോമൺ ടോയ്ലറ്റാണ്, അവിടെ വെള്ളമില്ല മോയ ഖലാസ് എന്ന് പറയും, വെള്ളം തീർന്നു. അപ്പോൾ വെള്ളം തീർന്നു എന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ എന്താ വേണ്ടത്? മോയ ഖലാസ്. അപ്പോൾ വർക്ക് തീർന്നു എന്ന് പറയാം, നമ്മുടെ ജോലിയൊക്കെ തീർന്നു, എങ്ങനെ പറയാം? ഷുഗൽ ഖലാസ്. ഓക്കെ, അപ്പോൾ എന്തിനും ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞോ? ഖലാസ്, അക്കിൽ ഖലാസ്. ഇപ്പം നിങ്ങളൊരാൾ പിന്നെ പെട്ടെന്ന് വരണം, അത് പറയാണെന്ത് എങ്ങനെ പറയല്? അക്കിൽ ഖലാസ്, ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഖലാസ് എന്നാൽ കഴിഞ്ഞു. അപ്പോൾ തീർന്നോ എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് ചോദിക്കണ്ടല്ലോ, അപ്പോൾ ഖലാസ് എന്നുള്ളൊരു ചോദ്യത്തിലില്ല, ഒരു എക്സ്പ്രഷൻ മതി അതിൽ. അതിൽ നമ്മുടെ ഒരു മുഖഭാവത്തിൽ മാത്രം മനസ്സിലാക്കിയാൽ മതി. അതിന് പ്രത്യേക വാക്കൊന്നും ഖലാസ്, അതാണ് മറുപടി ഖലാസ്. രണ്ടും ഒന്ന് തന്നെ, വാക്കുകൾക്കൊരു മാറ്റമല്ല, പറയുന്നിടത്ത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. ഖലാസ് ഖലാസ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വാക്ക് പറയുമ്പോൾ ടെൻസ് ആക്കിക്കൊണ്ട് തീർന്നു പോയി എന്നൊക്കെ പറയല്ലോ, അത് കഴിഞ്ഞു പോയി, തീർന്നു പോയി, അതൊരു ഒരു വെർബാണ്, അതൊരു ടെൻസാണ്. അത് ഖല്ലസ് എന്നാണ് പറയുന്നത്. ഖല്ലസ് എന്നാൽ കഴിഞ്ഞു പോയി. ഖല്ലസ്. ഉദാഹരണം പറഞ്ഞാൽ ഇതന്നെയാണ്, ഒരു സാധനം അന്വേഷിച്ച് വരുമ്പോൾ ഖല്ലസ്, ഖല്ലസ് തീർന്നു പോയി എന്നൊക്കെ നമ്മൾ പറയില്ല, അതാണ്. അപ്പോൾ നിങ്ങൾ ആ ജോലി ചെയ്ത് തീർത്തോ എന്ന് ചോദിക്കുമ്പോഴും ഇതേപോലെ ഖല്ലസ്ത്, നീ ആ ജോലി ചെയ്ത് തീർത്തോ, പൂർത്തിയാക്കിയോ എന്നർത്ഥം. ഖല്ലസ്ത്. ഓക്കെ, അപ്പോൾ ഖലാസ് എന്നാൽ കഴിഞ്ഞു എന്നാണ്. ഇപ്പോൾ ഈ മലയാള ഭാഷയായിട്ട് ഒരു ബന്ധമുള്ളൊരു വേർഡാണത്. അതെങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ മലയാളത്തിൽ കലാശിച്ചു എന്ന് പറയല്ലോ, കലാശക്കൊട്ട് എന്നൊക്കെ പറയും. യഥാർത്ഥ ഈ ഖലാസിൽ നിന്ന് വന്നതാവാം. ലോകത്ത് വ്യത്യസ്തമായ ഭാഷകളിലേക്ക് അറബി ഭാഷ പല വാക്കും സംഭാവന ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഖലാസ്, കലാശിച്ചു എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്? ഓക്കെ ഖലാസ് പറയും, തീർന്നു എന്നർത്ഥം. തീർന്നോ എന്ന് ചോദിക്കുവാനും ഖലാസ് എന്ന് പറയും, മറുപടി ഖലാസ്. ഒരു ഉദാഹരണം, വെള്ളം തീർന്നു, അപ്പൊ ഇങ്ങനെയാണ് ഒരു ഭാഷയുടെ കൃത്യമായ പ്രയോഗങ്ങൾ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് ഒരു ഭാഷ നന്നായി പ്രയോഗിക്കുമ്പോൾ അറബികൾ പറയുന്നത് പോലെ നമുക്കും പറയാൻ പറ്റും. ഓക്കെ, ഇതുപോലെ അറബി ഭാഷ ലളിതമായി പഠിക്കുവാൻ നിങ്ങൾക്കും സാധിക്കും. അതിന് അറബിക് യൂനി എല്ലാ വെള്ളിയാഴ്ചകളിലും 1000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു സൗജന്യ വെബിനാർ നടത്തുന്നുണ്ട്. അതിൽ നിങ്ങൾ പങ്കെടുക്കുക. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ആൻഡ് സൂം ക്ലാസ്സിലും ജോയിൻ ചെയ്യാം. തീർച്ചയായിട്ടും. അങ്ങനെ അറബികളെ പോലെ അറബി ഭാഷ സംസാരിക്കാൻ താങ്കൾക്കും സാധിക്കട്ടെ. ശുക്രൻ. മഅസ്സലാമ.